ഹായ് കൂട്ടുകാര്, ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അയ്യോ, കാരണം എന്താന്ന് വെച്ചാ ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയ ദിവസമാണ്. ഇതുപോലൊരു മൂഞ്ചിയ ദിവസം. കാരണം ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച മൂഞ്ചല. എന്താന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്, സപ്ലിയാ. ഞാനപ്പോൾ ഒരു തേങ്ങാക്കൊലയും പഠിച്ചില്ല. പിന്നെ എനിക്കിവിടെ നിന്ന് 10-60 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകണം. വെറുതെ പോയി എന്തിനാണ് കാശ് കളയുന്നത്? ഒന്നും പിടിച്ചില്ല, കുറച്ച് പിടിച്ച്, പക്ഷെ അതുകൊണ്ട് പാസ്സാവില്ല. അപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ വീട്ടിലെല്ലാം പറയാൻ പരീക്ഷ മാറ്റി വെച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയെന്ന് വെച്ചാൽ കിടിലം മഴയുള്ള സമയമാണ്. ഞാൻ ഇടുക്കിയിലാണ്. അപ്പം ഞാനിപ്പോൾ ഓർത്ത് വ്ളോഗ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ വ്ളോഗ് ചെയ്യാൻ പോവാ. ദിസ് ഈസ് മൈ ന്യൂ വീഡിയോ. ഇനിയിപ്പം ഞാനിവിടെ നേരെ എനിക്ക് 2 വീടുണ്ട്. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ. ഇപ്പം പഴയ വീട്ടിലേക്കാണ് പോണത്. അവിടെ കുറേ കിടില സ്ഥലങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു കിടിലെന്ന് വെച്ചാൽ കിടുക്കാച്ച സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബാക്കി ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ. ഇനിയും പരീക്ഷ എഴുതണ്ട, അത് ഞാൻ പഠിക്കും. ഇത് മാത്സ് ആയതുകൊണ്ടാണ്, ഇത് സീനായി പോയി. കുഴപ്പമില്ല. അപ്പം ഞാൻ വിഷ്വൽസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടിരിക്കുക കേട്ടോ. ബൈ. ഇവിടെ ഞാൻ പൊക്കോണ്ടിരിക്കുക, മഴയാ. ഇനിയിപ്പോൾ നല്ല സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് എടുത്തിടാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ചെല്ലുന്നൊരു കിട്ടില്ല വ്യൂ പോയിന്റിലേക്കാണ്. വ്യൂ പോയിന്റിൽ ഒരു പാലമാണ് വെള്ളം ഒഴുകുന്നത്. ബാക്കി കാണാൻ പറ്റുമോ? ഇല്ല, കാണത്തില്ല. അവിടെ ഇന്നത്തെ കിട്ടില്ല വിശ്വസിച്ച് കാണിച്ചു. എന്റെ പൊന്നു, ഇത് നേരിട്ടാണ് കിട്ടില്ല കേട്ടോ. എന്റെ ഫോണിൽ ഇത്രയും ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാ. ജാതി കിടിലം വ്യൂ. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇത് എവിടുന്ന് വരുന്ന വെള്ളമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് നേരെ പോകുന്നത് പെരിയാറാന്ന് തോന്നുന്നു. പെരിയാറിൻ്റെ ഏതോ ഒരു തീരമാണ്. എൻ്റെ പൊണ്ണോ, നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഫോണിൽ അത്ര ഭംഗി തോന്നണില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഞാൻ വന്നത്, എൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഒരുപാട് അടിപൊളി വിഷ്വൽസ് ഉണ്ട്. ഇനിയിപ്പം അവിടെ ചെന്നിട്ട് കുറച്ച് വിഷ്വൽസ് എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ പഴയ വീട്ടിലുള്ള മഴയാ. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറമ്പിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. വീടിൻ്റെ ചുറ്റും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആരും താമസമില്ലാണ്ട് ഇപ്പോൾ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അയ്യോ, ഇവിടെ ആരും താമസമില്ലാണ്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്. ഫുള്ളില വീണ്. ഇവിടെ ഫുള്ള് മരം, ഇല്ലി. താഴെ മെയിൻ റോഡാണ്. ഇങ്ങനെ വന്ന് ഇതെൻ്റെ വണ്ടി, ഇതാണ് വീട്. ഇവിടെ ഇപ്പോൾ ആരും താമസമില്ല. ഇവിടെ ഉള്ളൊരു പുള്ളിയുടെ ബൈക്ക് അവിടെ എടുത്ത് വെച്ചിട്ട് പോയതാ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങടുന്ന് മേളിലേക്ക് നമ്മുടെ പറമ്പ. മേടിയൂരുണ്ട്. ഫുള്ള് കാട് കയറി കിടക്കുക. ഇത് കൊടിയാ കേട്ടോ. പ്ലാവ് ചക്കയൊക്കെ ഉണ്ട്, സെറ്റാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാനൊരു കിടില സ്ഥലത്ത് കൊണ്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പം ഞാൻ വന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ തന്നെ എനിക്കിന്ന് പരീക്ഷയുണ്ട്. എനിക്കത് അറിയായിരുന്നു, ഞാൻ പഠിച്ചില്ല. അതായത് എനിക്കുള്ള കുഴി ഞാൻ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം എക്സാം അടുത്തത് വരുന്നുണ്ട്.
അതിനുവേണ്ടി ഞാൻ പഠിക്കും. 3 മറ്റുണ്ട്, അതിനുവേണ്ടി ഞാൻ പഠിക്കും. എന്നുവെച്ചാൽ പഠിക്കാൻ വിട്ട സമയത്ത് ഞാൻ പഠിച്ചതാണ്, പക്ഷെ അതെനിക്ക് എന്താണെന്നറിയില്ല, കിട്ടിയില്ല. ജസ്റ്റ് വിസിനൊക്കെ തോറ്റു പോയതാ വിഷയങ്ങൾ. പക്ഷേ ഇനി എനിക്ക് പഠിച്ച് എഴുതിയിട്ട് പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം മൊത്തം സീനാണ്. നമ്മളൊരു പോയിൻ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ല, വീട്ടിൽ പൈസ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ, വീട്ടിലെ സാഹചര്യങ്ങൾ മാറുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. മണ്ടത്തരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്, അതൊരു ഭയങ്കര സംഭവമാണ്. അതെനിക്ക് ഇല്ലാണ്ട് പോയതുകൊണ്ട് കുറേ ഇടത്ത് ഞാൻ മൂഞ്ചിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കിട്ടിയ ജോലി വേണ്ടാന്ന് വെച്ച് അങ്ങനെയൊക്കെ കാണിച്ച് പൊട്ടനായിട്ടുണ്ട്. അപ്പം നമ്മൾ ലൈഫിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും ഭയങ്കര വിലയുണ്ട്. അപ്പം അത് കറക്റ്റ് സമയത്ത് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇനിയിപ്പോൾ എക്സാം മാറ്റി വെച്ചെന്ന് പറഞ്ഞു, വീട്ടിൽ വിളിച്ച് എക്സാം മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം. അതിന് മുമ്പ് ഞാനിവിടെയൊക്കെ കാണിച്ചു തരാം. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനെ വിളിക്കണം. അവനെ എണീറ്റിട്ടില്ല. അവനും ഇതുപോലെ എന്നല്ല, അവൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അവൻ എക്സാമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവന് സപ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ഓർമ്മ വെക്കുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. എന്നിട്ട് ഇപ്പം എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നേ വീട്ടിൽ നിന്ന് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണേലും പെട്ട്. ഇനിയിപ്പോൾ നോക്കാം, വിരുന്നെടുത്ത് വെച്ച് കാണാം. അതെന്നാലും ഞാൻ ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. എൻ്റെ പൊന്നു കൂട്ടുകാരെ, എൻ്റെ ഒരു കൂട്ടുകാരൻ വരുമെന്ന് പറഞ്ഞില്ലേ, 1.5 മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുക. 2 മണിക്കൂർ ഞാൻ ഒരു ഉറക്കവും കഴിഞ്ഞു. ഇതുവരെ അവനൊന്നും വരാറായിട്ടില്ല. ഇനിയിപ്പം ഒന്നോടെ വിളിച്ചു നോക്കിയിട്ട് വന്നില്ലേ, ഞാൻ സ്വന്തമായിട്ട് പോവാം. ഞാൻ വിളിച്ചു നോക്കട്ടെ. ജാതി പോസ്റ്റ് അവസാനം വരെ കിട്ടി. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. ഈ വെള്ളമാണ് താഴോട്ട് വന്നത്. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് വണ്ടി പോകത്തുള്ളൂ. ആ മേളിന്ന് വരുന്ന വെള്ളമാണ് താഴോട്ട് വേണേ. താഴെയാണ് മെയിൻ വെള്ളച്ചാട്ടം. ഇത് ഞങ്ങൾ വന്ന വഴിയാണ്. ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കാണുന്നില്ല. ഇവിടെ നിന്ന് താഴോട്ട് വേണം. ഇവിടെ വരെ നമ്മുടെ വണ്ടി ഇവിടെ വരെ പോകത്തുള്ളൂ. ഇനിയിപ്പോൾ താഴോട്ട് വേണം. ഇപ്പം ഈ പോകുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞങ്ങൾ 7 വർഷം മുമ്പ് ഞാനും ഇവനും ഇതുപോലെ തന്നെ വന്നൊരു സ്ഥലമാണ്. അന്നിവിടെ ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നോ, അതൊന്നും അറിയത്തില്ല. അന്ന് ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഈ കാണുന്ന വഴിയൊക്കെ ഇല്ലേ, ഇത് ഫുള്ള് വെള്ളം, ഇതൊരു വെള്ളം ഒഴുകുന്ന വഴിയായിരുന്നു. അന്നാണ് ഞങ്ങൾ ആദ്യം ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ ഇത് അത്യാവശ്യം ടൂറിസ്റ്റ് വരുന്നൊരു സ്ഥലമായത്. ഇന്നിപ്പോൾ ആരും ഇല്ല കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്. ഇവിടെ നിന്ന് മണ്ണൊക്കെ ഇടിഞ്ഞ് വരുന്ന സമയമാണെന്ന് തോന്നുന്നു. വീട്ടുകാർ തെറിയോട് തെറി, നീയൊക്കെ എവിടെയാടാന്ന് ചോദിച്ച് ഞങ്ങളോട് ഇങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാണ് വിട്ടത്. ഞങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ തന്നെ വന്ന് വിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങാനുണ്ട്. ഇറങ്ങി കഴിയുമ്പോൾ ഒരു കിടുക്കൻ സ്ഥലമുണ്ട്, എൻ്റെ മക്കളെ കാണിച്ചു തരാൻ. ഇതാണ് ഇറങ്ങിപ്പോകുന്ന വഴി. ഇവിടെ നിന്നൊക്കെ തെന്നി വീണ്. ഇവിടെ ഇതൊക്കെ ആരുടെ പറമ്പാ, അതിൻ്റെ ഉണ്ട്. ഇവനാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കൂടെ പണ്ട് 1ാം ക്ലാസ് തൊട്ട് പഠിച്ചൊരു സുഹൃത്താണ്. ഇവിടെ 1ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ +2 വരെ ഒരുമിച്ച് പഠിച്ച്. എൻ്റെ നാട്ടിലെ കൂട്ടുകാരനാണ്. എനിക്കധികം കൂട്ടുകാരൊന്നുമില്ല നാട്ടിൽ, ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പം താഴെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. നടന്ന് ഞങ്ങൾ ഒരു വ്യൂ പോയിന്റ് വന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു വലിയ മലയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാ അങ്ങോട്ട് നോക്കൂ, എന്ത് കിടിലാണെന്ന്. മഞ്ഞിറങ്ങി തുടങ്ങുന്നേ ഉള്ളു. ഇവിടുന്ന് ഇടപ്പുണ്ട്.
ഇവിടെ താഴെ പോയ ചത്തു വെല്ലുവിളിയ. ഇവിടെ നിന്നാണ് വന്നേ. വാവ്, നമ്മളെങ്ങനെ ആ സ്ഥലത്തെത്തി കാണിച്ചു തരാം മക്കളെ. ഇത് കുറേ പേര് കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഇടുക്കിയിലുള്ള എല്ലാവരും കണ്ടിട്ടുള്ളതാ. ഫ്രഷ് സ്ഥലമൊന്നുമല്ല. പക്ഷേ എന്താടാ, ഗൈസ് ഇതാണ് കശുവണ്ടിയുടെ ഉള്ളിൽ നിന്ന് മറ്റേ വരുന്ന സാധനം. ഇതാണ് നമുക്ക് തിന്നാൻ പറ്റും. ഒടുക്കത്തെ ടേസ്റ്റാണ്. എന്തായാലും തിന്നിട്ടുണ്ടോ? നമ്മളിങ്ങനെ എടുക്കുക, കടിക്കുക, ഉള്ള സാധനം. അപ്പം അതിവിടെ കുറേ കിടപ്പുണ്ട്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. കിഡിലെ വ്യൂ ആണ്. ആരെങ്കിലും വരാത്തവരുണ്ട്, ഇവിടെ വരണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാണിക്കാം. ഇതാണ് ആ വെള്ളച്ചാട്ടം. എന്താ പൊന്നോ, ഇത് അത്യാവശ്യം നല്ല വലിയ വെള്ളച്ചാട്ടം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇത്രയും ദൂരെ നിൽക്കുന്നുണ്ടാ. നിങ്ങളങ്ങനെ പോകും. സീനല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് സ്ഥലം. താഴോട്ട് ഇറങ്ങാൻ ഇച്ചിരി ഡേഞ്ചറാ, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. എന്നാലും ഇവിടെ വന്നിട്ടുള്ള നല്ല വിഷ്വൽസ് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഉള്ളത്. കുറച്ചുകൂടെ താഴോട്ട് വേണ്ട, കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഇതാണ് ഇവിടുത്തെ സ്ഥലം. ഫുള്ള് നനഞ്ഞു. കിടിലൻ വെള്ളം എന്ന് വെച്ചാൽ കിടിലൻ വെള്ളമാ. ഇനിയിപ്പം ഞങ്ങൾ കയറിപ്പോ മൊത്തം നനഞ്ഞ്. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടോ? അവൻ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോ മേളിൽ ചെന്നിട്ട് കാണാം. സുഹൃത്തുക്കളെ, പരിപാടി കഴിഞ്ഞ് പോവാ. എൻ്റെ അമ്മോ, നീ മല മൊത്തം കയറണം. വലിയൊരു മലയാ, മൊത്തം കയറണം. ഇവിടുന്ന് ഇവിടെ കയറുന്നു. ഇനി വീണ്ടും അങ്ങോട്ട് കയറണം. ഇവിടെ മഞ്ഞിറങ്ങിയിട്ടുണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓ മൈ ഗോഡ്. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ചേട്ടനെ ഇടിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, താങ്ക്സ്. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഇവിടെ റിസോർട്ടുണ്ട്. റിസോർട്ടോടെ ഇവിടെ നമ്മൾ ഇങ്ങനെ പോയി. ഇച്ചിരി ഓഫ് റോഡ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. നമ്മൾ ഇടുക്കി തിരിച്ചു വന്നുകൊണ്ട് ഒന്നും പ്രശ്നമല്ല. ഒരു സീനില്ല. പുഷ്പം പോലെ കയറിപ്പോന്നു. ഇനി കൊണ്ടിരിക്കണം. ഞങ്ങൾ മേളി വന്നു. കഴിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. ഇവിടുന്നും കാണിച്ചു തരാം. ഇത് കീരിത്തോടെന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ഇങ്ങടേക്ക് വരുന്ന വഴി. ഇവിടുന്ന് നമുക്ക് കഞ്ഞിക്കുഴിക്ക് പോകാം, പഴയരിക്കണ്ടത്തിന് പോകാം, അങ്ങനെ പല സ്ഥലത്തേക്കും പോകാം. അയ്യോ, കഞ്ഞിക്കുഴി പോകത്തില്ല, പഴയരിക്കണ്ടം മാത്രം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വരുന്ന വഴിയാണ്. ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു സ്ഥലം കാണാം. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകാം, റൈറ്റ് എടുക്കുക, നേരെ വെള്ളച്ചാട്ടത്തിലോട്ടാം. വെള്ളത്തിനെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി പറഞ്ഞോണ്ട് കേട്ടോ, അങ്ങോട്ട് പോകാൻ വയ്യേ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ടൊരു സ്ഥലമായിരുന്നു. ഇപ്പം പ്രധാനപ്പെട്ട ഒരു 6 വർഷം മുമ്പ് പ്രധാനപ്പെട്ടതായിരുന്നു. ഈ വീഡിയോ എന്തെങ്കിലും വൈറലാകുമ്പോൾ ഈ സ്ഥലം കാണുന്നവർ ഓർക്കുമ്പോൾ ഓക്കെയാണ്. ശരി, വ്ലോഗ് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഒരു ഷവർമ കഴിച്ച് ഇന്നത്തെ പരിപാടി തീരും. ഇപ്പം ഷവർമ കഴിക്കാൻ പോവാ. വീട്ടിൽ നിന്ന് വിളിയാ. അപ്പം പോയിട്ട് വരാം.